സംസ്ഥാനത്തെ മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും. വിഷ്ണു, ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന അജണ്ടകൾ എന്തൊക്കെയാണ്? ഇന്ന് വൈകിട്ട് 3:30 ഓൺലൈനായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രത്യേക യോഗം വിളിക്കുന്നത്. ജൈവ മാലിന്യം ഉറവിടത്തിൽ സംസ്കരിക്കുക, അജൈവ മാലിന്യങ്ങൾക്ക് സർക്കാർ ഏജൻസികൾക്ക് കൈമാറുക എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് ഇന്നത്തെ ഒരു യോഗത്തിൽ പറയുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ശേഖരിക്കുന്ന മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള ഒരു സൗകര്യങ്ങളും സംവിധാനങ്ങളും വളരെ കുറവാണ്. ഇക്കാര്യത്തിൽ ഒരു ചർച്ച വേണമെന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. ഇതൊരു വലിയ വെല്ലുവിളിയായി വരുമ്പോൾ തന്നെ പകർച്ചവ്യാധികളും പെരുകുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഈ സാഹചര്യം കണക്കിലെടുത്താണ് ഇന്ന് മുഖ്യമന്ത്രി പ്രത്യേക യോഗം വിളിക്കുന്നത്. ഇന്ന് സർക്കാർ പദ്ധതികൾ കൊണ്ട് മാത്രം ഇത് പരിഹരിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ സർക്കാർ ഇതൊരു പ്രത്യേകം ഒരു കൂട്ടായ ഒരു മുന്നൊരുക്കത്തിലേക്ക് ഉണരുക എന്നുള്ള ഒരു തീരുമാനമാണ് വരിക. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കക്ഷികളും ചേർന്ന് സർവകക്ഷി യോഗമായി ഇന്ന് കണക്കാക്കുന്നത്. ഈ യോഗത്തിൽ തന്നെ നിർണായകമായ വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഏതായാലും ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ച് മാലിന്യ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടത്തുന്നത്. അതോടൊപ്പം സർക്കാരിന് പുറമെ മാലിന്യ സംസ്കരണത്തിനുള്ള പോരാട്ടം ഏറ്റെടുക്കാൻ CPM നേരത്തെ തന്നെ രംഗത്തിറങ്ങിയിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. പ്രധാനമായും ഈ മന്ത്രി MB രാജേഷും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്പോരും തുറന്ന കത്തെഴുത്തും ഒക്കെ ഉണ്ടായിരുന്നു. ഈ മാലിന്യ പ്രശ്നത്തെ തുടർന്ന് മേയർ അടക്കമുള്ളവർ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. ഈ തിരുവനന്തപുരത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കോർപ്പറേഷന് മുന്നിലുണ്ടായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാലിന്യം നീക്കാനുള്ള സംവിധാനം ഒരുക്കുക എന്നാണ് ആവശ്യപ്പെട്ടത്. അതിന് വേണ്ട രീതിയിൽ നടപടി ഉണ്ടായാൽ സംയുക്തമായി കാര്യങ്ങൾ നടപ്പിലാക്കാമെന്നും നേരത്തെ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു യോഗം വിളിക്കുന്നത്. ഓൺലൈനായി ചേരുന്ന യോഗം ഇന്ന് വൈകിട്ട് 3:30 അതിനുശേഷം നിർണായകമായ തീരുമാനങ്ങൾ എടുക്കും. ആ നിർണായകമായ തീരുമാനത്തിലൂടെ തന്നെ സംസ്ഥാനത്തെ പലയിടത്തെയും മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോഴും കരുതുന്നത്. വൃന്ദ.